അസ്സലാമലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈവനിങ് പൊരിക്കടി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് ഫസ്റ്റ് നോമ്പിന് ഉണ്ടാക്കിയാണ്. പക്ഷേ ഫസ്റ്റ് നോമ്പ് ഞങ്ങൾ രണ്ടാമത്തെ തട വീട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് നോമ്പ് തുറന്നത് അവിടുന്ന് സാധനങ്ങളൊക്കെ ഉണ്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് യൂട്യൂബിൽ എന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഇട്ടിട്ടില്ല. അന്ന് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷേ വീഡിയോ നിർത്തണമായിരുന്നു. അപ്പം ഇന്ന് നമുക്കത് ഉണ്ടാക്കാം. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതേ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനി കഴുകിയിട്ട് നമുക്ക് ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. തോല് കളഞ്ഞിട്ട് ഇടുന്നത് എന്തിനാണെന്നോ, തോല് കളഞ്ഞാൽ നമുക്ക് പിന്നെ ചിക്കനും കൂടി ഒരുമിച്ചിടാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും ഒരുമിച്ചിട്ട് വേവിക്കാം. തോല് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഇട്ട് വേവിക്കാനും പറ്റില്ല. വേവിച്ചാൽ ചിക്കൻ നമുക്ക് ആ തോലിൻ്റെ ഇതാവും. അപ്പം എളുപ്പം തോല് പൊളിക്കാനായിരിക്കും, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. കട്ട് ചെയ്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 3 വിസിലാവണം കേട്ടോ. 3 വിസിലാകുമ്പോഴത്തേന് നമുക്കതൊക്കെ കട്ട് ചെയ്യാം. അതെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഇത് വാട്ടിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എന്നെ സഹായിക്കാൻ ഉറങ്ങിക്കിടന്നിരുന്ന് കൊടുത്തുനിന്ന് സൗണ്ട് കേട്ടിട്ട് വേഗം വന്നിട്ടോ, മാമി ഞാൻ വാട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ആദ്യം സവോള ഇട്ടോ കേട്ടോ. അപ്പോൾ നീന്നുണ്ടെന്ന് വാട്ടണത് കേട്ടോ. ഇതിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിനും ചിക്കനിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലിട്ട് കൊടുത്തു. ഇനിയുള്ള ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്യും. അപ്പോൾ വേവിച്ച് ചിക്കനൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫുള്ളായിട്ട് തീറ്റ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പൊടിച്ച് വെച്ച ബ്രെഡ് കുറച്ച് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമൊന്നും ആഡ് ചെയ്തിരുന്നില്ല. ഇത് ആഡ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോഴല്ല നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ.
ആദ്യം മുട്ടയിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്യാം. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്യാം കേട്ടോ. ഇനി കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. ഓരോ ദിവസം ഓരോ വെറൈറ്റി ഉണ്ടോ. ഇന്ന് നമുക്ക് ഷമാമാണ്. ഷമാം കട്ട് ചെയ്യാം. ഇത് ജ്യൂസ് അടിക്കാനാണ് കേട്ടോ. ഇതോരോന്ന് കട്ട് ചെയ്തിടാം കേട്ടോ. ബാങ്ക് കൊടുത്തിട്ടാ കല്ലാണോ കല്ല്. വെള്ളം എവിടെ? ഈത്തപ്പ എവിടെ? ബിസ്മില്ലൊക്കെ തിന്ന് നീ പോ. ചെറുതായിട്ടോ ആകെ അടുക്കള നോക്കിയപ്പോ ആകെ പോകാം. ഫയർ ഫോഴ്സ് വെച്ചിട്ട് വിചാരിച്ചു. ഈത്തപ്പഴം വെറുതെ വെറുതെ എങ്ങനെ വെള്ളം കിട്ടിയില്ല. മാറിച്ചാ വായെന്തോന്ന് വന്ന് കഷ്ണടാ അങ്ങോട്ട് ഒഴിച്ചതായി ഒഴിച്ചെടുക്ക്. കുടി ദൈവൂരാണോ ജ്യൂസ്? ഗ്ലാസ് ആണെന്നറിയാം. രസമുണ്ടോ? രസമുണ്ടോ? ഇവ രസമുണ്ടോ? അപ്പൊ ഇനി നോമ്പറന്നിട്ട് കാണാല്ലേ. ഇന്ന് എന്തൊക്കെയുള്ള വിഭവങ്ങൾ പറഞ്ഞാ? ഫ്രൂട്ട്സ് ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ മുസംബി ജ്യൂസ് ആണ്. അനാദല്ലേ ഷമാമ. പിന്നെ വേറൊരു വെറൈറ്റി ഐറ്റം കരിഞ്ഞ അച്ചിന്റെ കട്ട്ലേറ്റ്. ഇന്ന് കട്ട്ലേറ്റ് കൂടുതൽ ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ രണ്ടാഴ്ച വെച്ചിട്ടുണ്ടാക്കി. അപ്പൊ കൂടുതൽ ഉണ്ടാക്കിയ കൂടുതലാണ്. അതെന്റെ കൂടുതലല്ല നിന്റെ ആയിരുന്നു. ഞാൻ തിന്നോളിച്ചാ ഇനിയോ മാറ്റിച്ചാട്ടോ. നീ തിന്നണത് നിന്റെ എണ്ണാണ് എണ്ണത്തിൽ പൊട്ടണത്. കുട്ടിമോണ്ടേ വേണ്ടേ വേണ്ടേ കാക്കുന്നാ മതിയെന്ന്. ഇത് നാല് പൈസക്ക് ജയിച്ചോളൂ. ഇഷ്ടായിട്ടൊന്നുമില്ല. ഇഷ്ടായോ? ഇഷ്ടായില്ല. ഇത്താക്ക് ഇഷ്ടായോ? അമ്മിക്കോ? ഇച്ചാക്ക് ഇഷ്ടായോ? ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ലേ? അലീസ ആർക്കും ഇഷ്ടമായില്ല. പക്ഷെ ഇവൊക്കെ മീൻകുറി ഇട്ടിട്ട് കൂടന്നോണ്ടിരിക്കട്ടാ. ഓളും മാഡം അറിയണം അലീസ് ഇട്ടണ്ട ഓളും മീൻ കറി.
വാവ് ഓ വാവ് വന്നോ പിന്നെ അല്ല പൊന്നണി കണ്ടോ വിറക്കണോ. അപ്പൊ ഞങ്ങള് പൂളയും മീൻ കറിയില്ല. ഇവ രസമുണ്ടോ? ഗുഡാ സൂപ്പറാ സൂപ്പറാ സൂപ്പർ അല്ലേ? രണ്ടുപേരുടെ ഇങ്ങനെ ആക്കണം. അപ്പൊ ഇന്നങ്ങനെ നോമ്പ് തുറഞ്ഞ് ഇന്നത്തെ നോമ്പ് തുറഞ്ഞ് ഫ്രിഡ്ജില് മീനും ചിക്കനൊക്കെ വെക്കാൻ നെക്സ്റ്റ് ഒരു പാത്രം ബോളായി. അതാണ് ഇപ്പൊ ഇവർക്ക് ഇതോട്ട് ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ടല്ല. ഇത് മീൻ വെക്കാൻ മാത്രം കിട്ടിയ ഇതെവിടുന്ന അറിയാം ചിന? ഇതെവിടുന്ന അറിയാം? നമ്മളെ തിരൂരിലെ തലക്കടത്തൂരുള്ള കൊള്ളിയും ചമ്മന്തി ഉണ്ട്, മുളകിട്ട കറി ഉണ്ട്. ഞങ്ങക്ക് വിറകും ചമ്മന്തിയും. ഇവിടെ പൂളയും മുളകിട്ട കറി ചമ്മന്തി. എനിക്കിവിടെ കൊള്ളിയും ചമ്മന്തി. ഓക്കെ കുഴപ്പമില്ലല്ലോ. ഞങ്ങള് കൊള്ളിക്ക് വിറക്. ഓക്കെ ഓക്കെ. ഞങ്ങളങ്ങനെ ഒന്നും പൂളാന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.